ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപ് ജാമ്യം തേടി സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി വിധി വരുന്നതുവരെ കുറ്റപത്രത്തിൽ മേലുള്ള വാദം കേൾക്കുന്നത് മാറ്റിവെക്കണമെന്ന് വിചാരണ കോടതിയിലും പ്രതി ഹർജി നൽകി. ബുധനാഴ്ച പ്രതിയെ നേരിട്ട് ഹാജരാക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജൻ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി സന്ദീപിനെതിരെയുള്ള കുറ്റപത്രത്തിന്മേൽ വാദം ആരംഭിക്കാനിരിക്കെയാണ് സന്ദീപ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളതിനാൽ കുറ്റപത്രത്തിന്മേലുള്ള വാദം കേൾക്കുന്നത് മാറ്റിവെക്കണമെന്ന് വിചാരണ കോടതിയിലും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പ്രതിഭാഗത്തിന്റെ ഹർജിയെ ശക്തമായി എതിർത്തു. പിന്നാലെയാണ് പ്രതിയെ മെയ് 8-ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ടത്. ഇന്ന് പ്രതിഭാഗം ഒരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്തു. അവർ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറ്റപത്രത്തിന്മേലുള്ള വാദം പറയുന്നത് മാറ്റിവെക്കണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിലുള്ള ഒബ്ജക്ഷൻ അതിനുണ്ട്. അത് കോടതിയിൽ നിന്ന് ധരിപ്പിച്ചിട്ടുണ്ട്, കോടതിയിൽ നിന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. കോടതി മെയ് 8-ാം തീയതി പ്രതിയെ കോടതിക്ക് മുമ്പാകെ നേരിട്ട് ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസിന്റെ മാതാപിതാക്കളും ഇന്നലെ കോടതി നടപടികൾ വീക്ഷിക്കാൻ എത്തിയിരുന്നു. സംഭവം നടന്ന 2023 മെയ് 10-ന് അറസ്റ്റിലായ പ്രതി സന്ദീപ് നിലവിൽ റിമാൻഡിലാണ്. മെയ് 8-ന് വീണ്ടും കോടതിയിലെത്തുമെന്ന് വന്ദനദാസിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. റിപ്പോർട്ടർ, കൊല്ലം.